വെൽക്കം ബാക്ക് ടു പൊന്നൂസ് ഈസി കുക്കിംഗ്. അപ്പോൾ ഇന്നൊരു മാർബിൾ കേക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സീബ്ര കേക്ക് എന്നും പറയും. ശരിക്കും ഇത് നല്ല സോഫ്റ്റും നല്ല സ്പോഞ്ചിയാണ്, ശരിക്കും നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഓവനും ബീറ്ററും നമ്മുടെ ബട്ടറും ഒന്നും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള മാർബിൾ കേക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഒരു അരിപ്പയിൽ. ഞാനിവിടെ സാധാരണ ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒരു 1.5 കപ്പ് മൈദയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ആ അരിപ്പയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കുക. കൂടാൻ പാടില്ല, കുറയാനും പാടില്ല. കറക്റ്റ് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കുക. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ എടുക്കുക കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ അളവ്. പിന്നെ ഒരു നുള്ള് ഉപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പാൽപ്പൊടി ചേർക്കുമ്പോഴേക്കും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും. അത് ഓപ്ഷണലാണ് കേട്ടോ, പാൽപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചേർക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് ഞാനൊരു 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്ത ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം കേട്ടോ, ഒട്ടും ഈർപ്പമില്ലാത്ത ജാർ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ മുട്ട ഉണ്ടല്ലോ, ഒരു 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അത് റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ 3 മുട്ടയും നമ്മൾ ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് 2 സെക്കൻഡ് ഫസ്റ്റ് മോഡിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തിട്ട് വരണം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് വിപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് പതപതയായിട്ട് ഇരിപ്പുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. സെയിം നമ്മൾ നേരത്തെ എടുത്ത അതേ ഗ്ലാസ് തന്നെയാണ്, അതിൽ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇത്. ഒന്ന് ജസ്റ്റ് 2 സെക്കൻഡ് ഒന്ന് വിപ്പ് ചെയ്തിട്ട് വരാം, മിക്സിയിൽ തന്നെയാണ്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. നിങ്ങൾ വിപ്പ് ചെയ്യാനായിട്ട് മിക്സിയുടെ വലിയ ജാറാണ് എടുക്കുന്നതെങ്കിൽ ഈ 1/2 ഗ്ലാസ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. സെയിം അതേ ഗ്ലാസ്സിൽ തന്നെയാണ്. ആ ഗ്ലാസ് നിങ്ങൾക്ക് ആ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ മുട്ടയും പഞ്ചസാരയും ഈ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സിയിൽ ഒരു 2 സെക്കൻഡ് വിപ്പ് ചെയ്തെടുത്തിട്ട് വന്നാൽ മതിയാവും. പക്ഷേ ഞാൻ മുട്ടയും പഞ്ചസാരയും മാത്രം വിപ്പ് ചെയ്തെടുത്തിട്ട് ഈ സൺഫ്ലവർ ഓയിൽ ഒരു 1/2 ഗ്ലാസ് നമ്മുടെ ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനത്തെ വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ കൊണ്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ബാറ്റർ കുറച്ചുകൂടെ തിക്കാവും. ഇതിലേക്ക് നമ്മുടെ ആ മുട്ടയുടെയൊക്കെ പണം മാറാനായിട്ട് 1 ടീസ്പൂണോളം അളവ് വാനില എസൻസ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നന്നായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ആ മാവ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് നമ്മളൊന്ന് മിക്സാക്കി എടുക്കുക. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു സ്പാച്ചില എടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പൂൺ എടുക്കുക. ഞാൻ കുറച്ചായിട്ടാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം ഒരുമിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് കട്ടയായി പോവും. അപ്പോൾ ഞാൻ എല്ലാ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം നമുക്ക്. ഈ ഒരു രീതിക്ക് വേണം നന്നായിട്ട് മാവ് മിക്സ് ചെയ്തെടുക്കാനായിട്ട്, ഒത്തിരി ഇട്ട് ഇളക്കി യോജിപ്പിക്കരുത്. നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്തൊരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് മിക്സ് ചെയ്യുക. ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തു, പക്ഷേ കുറച്ച് തിക്കായിരിക്കുന്ന കാരണം ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടെ പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബാറ്റർ ഉണ്ടല്ലോ, ആ ബാറ്ററിയിൽ നിന്ന് ഒരു 1/4 ഭാഗത്തിൽ നിന്ന് കുറച്ചുകൂടെ മുകളിൽ 1/4ൻ്റെയും 1/2യുടെയും ഇളവിന് കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് പകുതിയായിട്ടും ഒഴിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ 1/4-നേക്കാളും കുറച്ച് മുകളിൽ നിൽക്കത്തെ 1/2യുടെയും ഇടയിൽ ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ 2 ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്ത് ഇത് ഒഴിക്കാനുള്ള പാത്രം നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കണം. ഞാൻ ഇങ്ങനത്തെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കറികളൊക്കെ വെക്കുന്ന ഒരു പാത്രമില്ലേ, അതാണ് നോൺ സ്റ്റിക്കിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആദ്യം നമ്മുടെ ആ വൈറ്റ് ബാറ്റർ ഉണ്ടല്ലോ, അത് നമ്മൾ ജസ്റ്റ് ഒരു 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ ആ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോക്കോ പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ സെൻറ്ററിലായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ബാറ്ററും അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒഴിച്ച് നമ്മുടെ ഇത് ശരിക്കും നമുക്ക് ഒന്ന് തയ്യാറാക്കി എടുക്കാം. ശരിക്കും നമ്മളിങ്ങനെ ഒഴിച്ചൊഴിച്ച് വരുമ്പോഴേക്കും മുകളിലത്തെ ആ അളവ് വന്നിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോഴേക്കും കുറച്ചായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററെല്ലാം ഞാനിവിടെ നന്നായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയൊരു ഡിസൈൻ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത് ഞാൻ നമ്മുടെ ദോശക്കല്ലുണ്ടല്ലോ, അയണിൻ്റെ ദോശക്കല്ലാണ് ഇത്. ഞാൻ ആ ബാറ്റർ തയ്യാറാക്കുന്ന സമയം അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അറൗണ്ട് ഒരു 10 മിനിറ്റിന് മേളിലായി കാണും. അത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ, ആ പാത്രത്തോടു കൂടി വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് ഒരു അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കുക. ഇതിൻ്റെ പുറത്ത് ഞാനൊരു വെയിറ്റായിട്ട് നമ്മുടെ ഇഞ്ചിയൊക്കെ ചതയ്ക്കത്തില്ലേ, ആ കല്ലൂടെ എടുത്തിട്ട് ഒന്ന് കമിഴ്ത്തി വെക്കുന്നുണ്ട്. ഫ്ലെയിം ഞാനൊന്ന് കാണിച്ചു തരാം ഏത് അളവിനാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്. അതായത് ലോയിന്ന് കുറച്ചൊന്ന് ഹൈ ആക്കുക, മീഡിയമിലോട്ടും പോകാൻ പാടില്ല. ലോയിന്ന് ഒരു ലേശം ഒന്ന് ഹൈ ആക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഇത് എനിക്കിപ്പോൾ കറക്റ്റ് ബേക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്നത് 45 മിനിറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു 30 മിനിറ്റ് കഴിയുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ചിലരുടെ ഫ്ലെയിം അനുസരിച്ച് ചിലപ്പോൾ നേരത്തെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ടൊന്ന് ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ, അല്ലെങ്കിൽ ഞാനിവിടെ പപ്പട കുത്തിയാണ് എടുത്തിട്ടുള്ളത്, അത് വെച്ചൊന്ന് കുത്തി നോക്കുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല. നന്നായിട്ട് പ്രോപ്പറായിട്ട് നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് തണുപ്പിക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കേക്കിൻ്റെ ആ പാത്രം എടുത്തിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ കൈ വെച്ച് ഇങ്ങനെ സൈഡ് ഒന്ന് ഇങ്ങനെ വിടുവിച്ച് കൊടുത്താൽ മതി. കാരണം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതും നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന കാരണം പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് വിട്ട് വരും. എന്നിട്ടൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കമിഴ്ത്തി കൊടുത്താൽ മതി. നമ്മുടെ കേക്ക് സിമ്പിളായിട്ട് അതൊന്ന് തന്നെ വിട്ട് പോരുന്നതാണ്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ല സ്പോഞ്ചിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ശരിക്കും ഇതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ സോഫ്റ്റ്നെസ്സും എത്രയൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കും കൂടെ അറിയണമല്ലോ. അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.